ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു റിവ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാറ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. റെഡി ടു ഈറ്റ് ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം ഒരു ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച് റെഡി ടു ഈറ്റ് ആയിട്ട് ഒരു 8 മാസം വരെയൊക്കെ നന്നായിട്ടിരിക്കുന്ന കണ്ടീഷനിലുള്ള കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ സാർ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് സാധനം വീട്ടിലാണ്, ഇപ്പം നിലവിൽ കമ്പനിയിലാണ് വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇന്ന് ഈ സാധനം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ 2 പയ്യന്മാർ കൂടെ ചേർന്നിട്ടുണ്ട് റിവ്യൂ പറയാനായിട്ട്. ഇത് നമ്മുടെ ഷബീബ്, പിന്നെ ക്യാമറയ്ക്ക് പിറകിൽ ഇത് നമ്മുടെ ഷഹീൽ. അപ്പോൾ ഇവന്മാരെ എന്തിനാന്ന് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിക്കൻ ബിരിയാണി ഉണ്ട്, ഡയറ്റ് ബിരിയാണി. അതുകൊണ്ട് ഇവന്മാർ ബിരിയാണി അടിക്കാൻ വരുവാണോ ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. പോയിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, 2 വന്ന് കയറി മാട്ടൽ തുടങ്ങിയിട്ടുണ്ട്. പെർഫ്യൂം തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും എണ്ണ ഉള്ളതാണ്. ദിസ് ഈസ് മൈ പെർഫ്യൂം കളക്ഷൻ. ഇവിടെയുണ്ട്. ഇത് ഐശുവിന് ഗിഫ്റ്റ് കൊടുത്താണ്. എടാ, വന്ന പരിപാടി മറന്നാ? അപ്പോൾ ദിസ് ഈസ് അവർ പാർസൽ. അപ്പോൾ ഇതിനി അൺബോക്സ് ചെയ്യാം. പോയി നേരെ കിച്ചണിലേക്ക്. ഇവിടെ ഒന്നുമില്ല, എല്ലാം തീർന്നിരിക്കുകയാണ്. ബഡ്ജറ്റ് പോകണം. മുട്ട ഉണ്ടാവും, പഴം ഉണ്ടാവും, ബ്രെഡ് ഉണ്ടാവും. പ്രോട്ടീൻ പൗഡർ ഇപ്പോൾ ഉണ്ട്, പക്ഷെ അത് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത് സോൾട്ടടാ, പിങ്ക് സോൾട്ട്. ഹിമാലയൻ പിങ്ക് സോൾട്ട്. നീ എന്തിനാ ഇപ്പൊ വാഷിംഗ് മെഷീനൊക്കെ തുറന്നു നോക്കിയേ? അതെ, മൾട്ടിഗ്രെയിൻ ഓട്സ്. ഇവ എന്തൊക്കെയാ അരിച്ചു നടക്കുന്നുണ്ടല്ലോ. നമുക്ക് പരിപാടി തുടങ്ങാം. തണുപ്പുള്ള ഫ്രീസർ ഉണ്ട്, തണുപ്പായിട്ട്. ഡയറ്റിലിരിക്കണ ഞാൻ എൻ്റെ അടുത്താണ് ഐസ്ക്രീം കഴിക്കണത്. അത് ആപ്പിൾ ഫോണിന്റെ ബോക്സാടാ. ശിവന്മാര് വന്ന പരിപാടി എന്താണെന്നുള്ള മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആരാണത്? ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും റിവ്യൂലോട്ട് പോവാം. ഓക്കെ, വിളിക്കാം. കൊണ്ടുവന്നേ വലിയ കാർമാരെ കണക്ക് തന്തമാരെ കണക്ക് മാറിയിരിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൊറിയർ കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യാം. സത്യം പറഞ്ഞത് മുന്നേ അൺബോക്സ് ചെയ്തതാണ്. വീണ്ടും ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് വീണ്ടും പാക്ക് ചെയ്ത് വെച്ചതാ. സംഭവം പൊട്ടിച്ച് പ്രോഡക്റ്റ് നോക്കി, അത്രേ ഉള്ളൂ. ആദ്യമേ എറുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. എറുമ്പ് കയറി കളിച്ചിട്ടുണ്ട്. ആദ്യമേ പണി തുടങ്ങിയിട്ടുണ്ട് എറുമ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് സംഭവം 3 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഒന്ന് ഇതാണ് പ്രോഡക്റ്റ്, ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത് സംഭവം ഇത് സ്വീറ്റ് പൊട്ടറ്റോ. ഇത് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് ഒരു ജാപ്പനീസ് മെത്തേഡായ റെട്രോ പാക്കിംഗ് ഉപയോഗിച്ചിട്ട് റെഡി ടു ഈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാം എന്നാണ് പറഞ്ഞത്. ആ ഡോർ നടച്ചിട്ട് പിള്ളേർ പുറത്ത് കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഇവിടെ പിള്ളേർ വൈകിട്ടായി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ ബഹളമാണ്.
അത് 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഇപ്പോഴേ അടുത്ത് ഉടുപ്പിനിടെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിക്സഡ് മില്ലറ്റിൻ്റെ കഞ്ഞിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയണ്ടേ, മില്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ചേർന്ന് ഫൈബർ റിച്ച് ഒക്കെ ആയിട്ടുള്ളൊരു മില്ലറ്റിൻ്റെ കഞ്ഞിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ. ഏകദേശം 8 മാസം വരെ ലൈഫ്, ഇത് അൺസീൽ ആവാതിരുന്ന് കഴിഞ്ഞാൽ 8 മാസം വരെ ലൈഫ് ഉണ്ട് കേട്ടോ. പാക്ഡ് ടു 8 മാസം വരെ. ഓക്കെ, ഇത് 2/8/2025 പൊട്ടിച്ച. അപ്പോൾ ഏകദേശം 8 മാസം വരെ ഉണ്ട്. പിന്നെ 350 ഗ്രാം വരുന്ന ഈ പാക്കറ്റിന് 95 രൂപയായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ പറയണ്ടേ, ഇപ്പം ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്കാവട്ടെ, അല്ലാതെ ഹെൽത്ത് നോക്കുന്നവരാവട്ടെ, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം കറക്റ്റായി കൊണ്ടുപോകാം. പിന്നെ ഇതാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ബിരിയാണി. ഓക്കെ, അപ്പോൾ ഒരു ഡയറ്റ് ചിക്കൻ ബിരിയാണി ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ട് ഹൈ പ്രോട്ടീനായിട്ട്, പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് കഞ്ഞിയാണല്ല, പീസ് ഉണ്ടാവും. ഒരായിരം വട്ടം പറഞ്ഞു ചിക്കൻ ബ്രസ്റ്റ് അവരുടെ ലെഗ് പീസ് ഉണ്ടാവും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിപ്പോ ഇങ്ങനെയാണ്, കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് അടിക്കാം. ഓക്കെ, ഞാൻ ആദ്യം പൊട്ടിക്കേ ഐശ്വര്യമായിട്ട് പൊട്ടിക്കുക. പൊട്ടിക്കുമ്പോൾ ഉള്ള പവർ കണ്ടില്ലേ? അതിനുള്ളിലും ഒരു പാക്കിംഗ് ഉണ്ട് കേട്ടോ. ഇതാണ് വാക്വം പാക്കിങ് വരുന്നത് കേട്ടോ. സെക്കൻഡ് പാക്കിംഗ് ആണ്. പൊട്ടിക്കില്ല. നീ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാറുണ്ടല്ലോ അല്ലേ? സംഭവം സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങാണ്. വേറെ നിർത്തോ. സ്മെല്ല് വൈസ് ഒക്കെ കറക്റ്റ് സെയിം മധുരക്കിഴങ്ങിന്റെ സ്മെല്ല് വൈസ് തന്നെ അല്ലേ? അല്ല പിന്നെ ബിരിയാണിന്റെ ഇവൻ ആരടാ? അതല്ല, മീൻസ് ഈ ഒരു പാക്കിങ്ങിൽ ഇത്ര നാളെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലേ ഇതൊക്കെ നമ്മൾ ഡെയിലി ഉണ്ടാക്കി ഡെയിലി കഴിക്കുന്ന സാധനമല്ലേ. ഒരു ദിവസം കഴിയുമ്പോഴേ സ്മെല്ല് മാറും. പാക്കിങ്ങിൽ ഇരുന്നിട്ടും സ്മെല്ല് കറക്റ്റ് സ്വീറ്റ് പൊട്ടറ്റോയുടെ സ്മെല്ല് തന്നെ കേട്ടോ. ടേസ്റ്റ് അല്ല, ഇത് ഡയറക്റ്റ് കഴിക്കാന്നാ പറഞ്ഞത്. അല്ല, ഇതെന്തിനാടാ ചൂടാക്കുന്നത്? എന്ത് കരിവാടാണോ ഉണക്കിയെടുക്കാനായിട്ട്? ഉണക്കമീനാ ഞാൻ ചൂടാക്കാതെ. ഷെയ്നൊന്ന് ചൂടായ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്യാം കേട്ടാ. അതാ സീരിയസ്ലി നമ്മൾ കഴിക്കുന്ന കണക്ക് തന്നെ കേട്ടോ. നമ്മൾ നോർമലി ഒരു സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ഷെയ്ല കഴിച്ചു നോക്കാം. ആ റിയാക്ഷൻ കിട്ടത്തില്ല, ക്യാമറയ്ക്ക് പിന്നിലാണ്. കറക്റ്റ് റിവ്യൂ പറയാം. എനിക്ക് കഴിച്ചിട്ട് കറക്റ്റ് നമ്മൾ നോർമൽ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഇപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ഫീൽ ചെയ്താൽ കറക്റ്റ് റിവ്യൂ പറയാം കഴിച്ചിട്ട്. ആർട്ടിഫിഷ്യൽ ആക്കണം. കറക്റ്റ് പറയാം. എൻ്റെ കറക്റ്റ് അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് എനിക്ക് നോർമലി സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ മിക്കപ്പോഴും കഴിക്കുന്നതാണ്. കഴിച്ചിട്ട് എന്തെന്നാ അറിയണ. ഓക്കെ, ഇനി എൻ്റെ അച്ഛനുണ്ട് ഇവിടെ. ഓക്കെ, ഇവ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം സത്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ അച്ഛനുണ്ട്. അച്ഛനെ ഇതുവരെ ആർക്കും കാണിച്ചിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം. അച്ഛനും കൊടുത്തു നോക്കാം. അച്ഛാ വാ. ദിസ് ഈസ് മൈ ഫാദർ. ഓക്കെ, ഒരു ഹായ് പറഞ്ഞേരാ. ഹായ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ തന്തപ്പൊടി. കണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അച്ഛാ, ഇത് നമ്മുടെ ഒരു സാറ് തുടങ്ങിയ പുതിയൊരു പരിപാടിയാണ്. എന്താ പറയണ്ടേ, ഒരു 8 മാസം വരെ ലൈഫ് കിട്ടുന്ന രീതിയിൽ ഒരു ജാപ്പനീസ് ടെക്നോളജിയിൽ പാക്ക് ചെയ്തതാണ്. ഇത് മധുരക്കിഴങ്ങാണ്. നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് മധുരക്കിഴങ്ങ് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കഴിച്ചിട്ട് നോർമൽ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്ത്. അച്ഛൻ കഴിച്ചു നോക്കി, കഴിച്ചിട്ട് എന്താണ് തോന്നുന്നത്. സാധാരണ നമ്മൾ മധുരക്കിഴങ്ങ് കഴിക്കുന്നതൊക്കെ തന്നെയാണോ എന്ന് നോക്കി.
സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെയല്ലേ. അപ്പം ജെന്യുവൻ റിപ്ലൈ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 8 മാസം വരെ ലൈഫുണ്ട്. നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വർത്തായിരിക്കും. ഓക്കെ, ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വരുന്നത് ഇതും 90 രൂപയാണ്. 250 ഗ്രാം വരുന്ന കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്, ഫൈബർ റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത 2 ഐറ്റം ബിരിയാണിയുണ്ട്, മിക്സഡ് മില്ലറ്റ് കഞ്ഞിയുണ്ട്. ആദ്യം നമുക്ക് കഞ്ഞി ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബിരിയാണി ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണം പിന്നെ ഇട്ടിട്ട് ഓടിക്കളയും. പിന്നെ ഇത് തനിയെ ഒന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ മില്ലറ്റ് മിക്സഡ് കഞ്ഞി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് സാറ് പറഞ്ഞത് ഡയറക്റ്റ് കഴിക്കാൻ പറ്റും. കുറച്ച് തിക്നെസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് തിക്നെസ് തോന്നുവാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോകാം, നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് കഴിച്ചോ ടി വി ഇടണ്ട ശരിയില്ല, സ്കിഡായില്ല. ഓക്കെ, ആഹാ നല്ല കഞ്ഞിയും പയറും. കഞ്ഞി പയറ് അതാണ് പിന്നെ എന്താ പറയുക, തേങ്ങ ഇട്ട കഞ്ഞിയും പയറും. ഞങ്ങളിവിടെ തേങ്ങാ ചോറുണ്ടാക്കുന്നുണ്ട് അതേപോലെ, പക്ഷെ വെള്ളം തേങ്ങ ഇട്ട കഞ്ഞിയും പയറും. ഇല്ലടാ, അടിയിൽ കഞ്ഞിയാണ് കണ്ട. ആ കഞ്ഞിയാണ്, കഞ്ഞി ഇന്ന് ഫുള്ള് കഞ്ഞി, മില്ലറ്റ് കഞ്ഞി, കഞ്ഞിയും പയറും സെറ്റ് കഞ്ഞിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കാം. പണിയെടുത്ത് നോക്കാം. അവിടെ ഇങ്ങനെ തൊള്ളയെ നോക്കാം, ബംഗാളികളെ ഇതിൽ നമുക്ക് കഞ്ഞി റെഡിയാക്കാം. ഒരു കാര്യം ചെയ്യാം, ഇത് ചൂടാക്കാം. അത് ചെറിയ ഡാക്കണ്ട്, ഇച്ചിരി കിടന്ന് കറങ്ങും. ഇവ ഇപ്പഴേ കഞ്ഞി കുടിക്കാനാണ് തവിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെക്ക ഓക്കെ, നമുക്ക് വെള്ളം ചൂടാക്കാം. മൈക്കിരിക്കുന്ന ഇതൊന്ന് പൊട്ടിക്കണം. കത്തിയോടെ എടുത്ത് പോരാ. വിജയിക്കും. ആദ്യത്തെ എന്തായാലും നല്ലതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതും സൂപ്പറായിരിക്കും സ്വാഭാവികമായിട്ട്. നമുക്ക് നോക്കാം. ദിസ് ഈസ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ആളെയും ഗൾഫിൽ നിന്ന് നമുക്ക് കൊണ്ടുവന്ന കേട്ടോ. നമുക്ക് ആദ്യം ബിരിയാണി ട്രൈ ചെയ്യാം. ബിരിയാണി മാറ്റി ഇപ്പം ബിരിയാണി എടുത്ത ഇവ മിക്കവാറും വണ്ടി എടുത്ത് പോയിക്കളാം. ബിരിയാണി കഴിയാം. താഴെ പോകണ്ട കേട്ടോ, പാളും. ഇത് ഡയറക്റ്റ് വേണേൽ കഴിക്കാം, ഡയറക്റ്റ് കഴിക്കാം. പക്ഷേ ഇച്ചിരി തിക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്കിനി കഞ്ഞിയല്ല, പക്ഷേ ചൂട് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഇത് ഉള്ളിലേക്ക് കാണിച്ചോ കേട്ടോ. സാധനം ഇതാണ്. സ്മെല്ല് നോക്കട്ടെ. സ്മെല്ലാണെങ്കിൽ നോർമലി എനിക്ക് ഇവിടുത്തെ ഭാഷ അറിയില്ല. ഇവന്മാരെന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മലപ്പുറം സൈഡില് കുറേരി കഞ്ഞി എന്ന് പറയും. അതായത് ഈ ബേബി റൈസ് ഒക്കെ ഇതല്ല, പഴ ഇവിടെ നടക്കണം. അല്ല, ഇത് ഈ സാധനം തന്നെ അല്ലല്ല. അതോണായിട്ട് ഇച്ചിരി ചൂടായി കഴിഞ്ഞിട്ട് ഇത് വയ്ക്കുക, മിക്സ് ചെയ്യുക, കുടിക്കുക, അത്ര തന്നെ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഈ ചങ്ങാതിനകത്ത് എന്തോ ചെയ്തിറന്നതാ നോക്കി. വെള്ളമില്ല. ആ വന്നു. അത് ഇച്ചിരി ടൈറ്റാക്കി തിരിക്കണോടാ. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചൂടുവെള്ളം ഇതിനകത്തേക്ക്. കുഴപ്പമില്ല, തിക്നെസ് ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ. ഇപ്പോൾ കുടിക്കാവുന്ന കണ്ടീഷനാണ് കേട്ടോ സത്യം പറഞ്ഞു. എന്നാലും സാറ് പറഞ്ഞതിൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് കുറച്ച് വെള്ളം ചേർക്കാം. ഉപ്പിടുന്നതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കഴിച്ചു നോക്കാം. ഉപ്പിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പിന് കറക്റ്റായിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉപ്പായിരിക്കും മിക്കവാറും. നമ്മുടെ ഉപ്പിന് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്കിടാം.
എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അവസാനം? ആ കൊള്ളാം. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ. ഈ പഴക്കത്തിൻ്റെ ഫീലോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. പിടിച്ച് നോക്കിയാൽ ഈ മസാല കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇല്ല നമ്മളെന്തോ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന കഞ്ഞില്ലേ, എന്തൊക്കെ കുറേ സാധനങ്ങൾ കടിക്കാനൊക്കെ കിട്ടുന്ന പോലെ. ആ ഉപ്പിടണം. ജെന്യുവൻ റിവ്യൂ ആണ് ഇവിടെ. ഫുൾ റോ റിവ്യൂ മാത്രം. കുറച്ചൊരു ചെറിയ ടൈക്കുണ്ട്, വേറെ പറ്റുന്നില്ല. അറിയാണ് ഡീഗ്രേഡിങ്ങിന്റെ ആളാണ് കേട്ടോ. നീ കഴിച്ചു നോക്കിയാ? നീ ആ ക്യാമറ പിടിക്കും, നീ കഴിച്ചു നോക്കിയാ? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ജെന്യുവിനെ പറയുള്ളൂ. ഉപ്പ് കുറവ്. പഴക്കൊന്നും ഫീൽ ആവുന്നില്ലല്ലോ. ഗോതമ്പ് അങ്ങനെ മില്ലറ്റ്സ് അല്ലേ, ഗോതമ്പ് ബാർലി അത് ഇതെല്ലാം ഉണ്ടാവും. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. മാറ്റി വെച്ച് കുളിക്കാം. ഇനി അടുത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി. ഇതിനകത്ത് നിന്ന് ലെഗ് പീസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് ചെക്കൻ. ഇതിന് വേണ്ടിയിട്ടാണ്. അതെ, ഇത് ആള് പറഞ്ഞിരുന്നു ഇത് കണക്ക് ചിക്കൻ ബിരിയാണി ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് സോൾട്ടിന്റെ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ ഇച്ചിരി സോൾട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറച്ച് സോൾട്ട് വേണ്ടി വരും. അതാണ് തന്നെ കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണമെന്നും പറഞ്ഞിരുന്നു. ഓക്കെ, ബിരിയാണി അല്ലേ, നമുക്ക് നോർമലി ചൂടോടൊക്കെ കഴിക്കാനല്ലേ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒലീവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് പൊട്ടിക്കടാ. അവ എടുത്ത് പെരെ കൊണ്ടുപോകുന്ന വെച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് വെച്ചിട്ടുള്ളൂ. ഓക്കെ, മറഞ്ഞു നിൽക്കരുത്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ റൂമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറകിലാണ് ലൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബിരിയാണി. ഓക്കെ, താണ്ട ചിക്കൻ പീസ്, ബ്രസ്റ്റ് പീസ്, ലെഗില്ലടാ, ബ്രസ്റ്റ് പീസ്. ഓ, ഒരു പ്രോഡക്റ്റിന് റിവ്യൂ. ഒരു പ്രോഡക്റ്റ് നമ്മളെ സാറ് ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള നമ്മുടെ ഒരു സാറ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാറ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ളേ ഒരു കുറച്ച് പ്രോഡക്ട്സ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ ബിരിയാണി അതാ അതിൻ്റെ കുറച്ച് റിവ്യൂ എടുക്കുന്നത്. ചുമ്മാ നോർമൽ ബിരിയാണി തട്ടിവിടുന്നത് നോക്കുമ്പോഴൊരു തവി പറന്നു വരുന്നു. അപ്പുറത്ത് ചേച്ചിയെടുത്തില്ല തല. നമ്മുടെ നെയ്ബറാണ് ചേച്ചി. സൗണ്ട് കേട്ടിട്ട് എന്താണ് ഇങ്ങനെയാണ് ചോദിക്കും കേട്ടോ, എന്താണ് പരിപാടി. ഓക്കെ, സ്മെല്ല് നോക്കട്ടെ. സ്മെല്ല് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ തന്നെ കേട്ടോ. മസാലയുടെ എന്താ പറയുക, മസാലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. മീൻസ് അങ്ങനല്ല, ഇതാടെ നന്നായിട്ട് പൊട്ടിക്കടാ. ഇത് അങ്ങനെ ഇതാക്കല്ലോ, അതിലാണല്ലേ വെള്ളം ബോയിൽ ചെയ്ത് കണ്ട് അതിൽ വെച്ചാ പോലെ. അല്ല, ആള് ജസ്റ്റ് ഒരു എണ്ണയിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനാണ് പറഞ്ഞേ. ആണെങ്കിൽ ഇച്ചിരി ഒരു ഉപ്പ് ഇടാൻ പറഞ്ഞു. പാക്കറ്റിനുള്ളിൽ തിന്നതിൻ്റെ ആ ഒരു കട്ടിയുണ്ട്. മണം കിട്ടുന്നത് നമ്മുടെ ഈ മസാലയുടെ മണം ഉണ്ടല്ലോ, അങ്ങനെ ഈ ഗരം മസാലയൊക്കെ വരുന്ന ഭാഗത്ത് അതിൻ്റെ മണം കേട്ടായിരുന്നു. ചിക്കൻ പീസ് ഉണ്ടോ ഷബീബ്? ഏതാണ്ട 1 2 3 4 5 6 എല്ലാവർക്കും ഉണ്ട് 6 പീസ് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളാണ്, ബ്രസ്റ്റ് പീസാണ്, പ്രോട്ടീൻ റിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിമ്മന്മാർക്കൊക്കെ കഴിക്കാം. ഷഹീലൊക്കെ കഴിക്കാം കേട്ടോ, ഷഹീൽ ജിമ്മനാണ്. ഞാൻ അടുത്ത പഞ്ചാബ് പോയാലും ഈ ഇടയ്ക്കൊന്ന് പഞ്ചാബിൽ പോയതാണ്. അവിടുന്ന് പഞ്ചാബിന്റെ വർത്താനം ഇനി പറയരുത്. താജ്മഹൽ പഞ്ചാബിൽ കൊണ്ടുപോയി പണിത ആളാണ്. ബിരിയാണി റെഡി ആയിരിക്കണോ? അന്ന് തൊട്ട് എയറിലാണ് ചെക്കൻ. അതിനുശേഷം
ആള് നിലത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ എന്താ പറയാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ ഷുഗർ ഇട്ടിരിക്കുന്നു. ഹിമാലയൻ ഷുഗർ. That's it. Okay, അപ്പോൾ അടിയിൽ പിടിക്കാൻ തുടങ്ങി കേട്ടോ. അത് തീ ഉറക്കി കുറച്ചില്ലേ ഒരു മണം കിട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഈ ഷെബീമിനാണ് കിട്ടുന്നത്. ഞാൻ അവിടുന്ന് എൻ്റെ സ്പ്രേ അടിച്ചു. എനിക്ക് മണം കിട്ടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അതിനപ്പുറത്ത് കാടാ. അവിടെ കുറേ നിന്നെപ്പോലെ വായകളുണ്ട്. വായ അല്ല തന്നെ വാഴ. വായ. അല്ല നമ്മക്ക് വായ പോയാ ഞങ്ങൾ മലപ്പുറക്കാർ ഇങ്ങനെയാണ്. ഇവർ പാലക്കാട്ടുകാര്. കൊല്ലംകാര് കൊല്ലംകാര് പറഞ്ഞു ബോസോടെ ഇരിക്കൊണ്ട് കൊല്ലക്കാരൻ വരും. എടാ അന്തസ് കാണാടാ. ഇന്ന് ഇടി ബിരിയാണി ഇടി ബിരിയാണി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂടില്ലായിരുന്നു, ഇതിനകത്ത് കഴിക്കായിരുന്നു. പ്ലേറ്റിലെക്കാം. വാഷ് ചെയ്യാം. മെത്തഫിറ്റിങ് നല്ലത്. ആയാന്ന് വേണ്ടട്ടോ. ഏയ് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കണ്ടിരുന്ന ആൾക്കാരല്ലേ. നമുക്ക് വിളമ്പാം. നല്ലൊരു സെറ്റപ്പ് മണം വരുന്നുണ്ടോ? എനിക്ക് മണം കിട്ടി. ഇവന് മണം കിട്ടില്ല. ഇവന് മണം കിട്ടിയാലും നല്ല മണം. കല്യാണത്തിലെ ബിരിയാണിന്റെ മണം. ഉണ്ട് കാര്യത്തില്. ഇത് കിട്ടില്ലെന്നാവോ? ഡയറ്റിലായതുകൊണ്ട് കുറെ നാളായിട്ട് ബിരിയാണിയോ മന്തിയോ ഒന്നും കഴിച്ചിട്ടില്ല. ഡയറ്റില് പൊരിച്ച ചില്ലി ചിക്കൻ അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്താ പറയണ്ടേ, ഡയറ്റ് ബിരിയാണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബിരിയാണി ചെയ്യാം. അപ്പം നമ്മൾ ഡയറ്റിലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അതിനുള്ള സാധനമാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കഞ്ഞിയുടെ റിവ്യൂ അച്ഛനോട്. കഞ്ഞിയുടെ ഇപ്പോഴേ പിറകി തിന്നു തുടങ്ങി. ആ കഞ്ഞി എടുത്തോ. ബിരിയാണി നിന്റെ തന്ന ചിലപ്പോൾ തിന്നു തുടങ്ങും. ഓക്കെ, ഇത് പോട്ടെ. ആ, ഇത് ഓഫ് ചെയ്തോ ലൈറ്റ്. ഇവിടെ വട്ടമുണ്ടല്ല. അച്ഛൻ ക്യാമറ കാണുമ്പോഴത്തെ മുങ്ങുവാണ് കേട്ടാ. അച്ഛൻ ഗോപുവിന്റെ സെക്കൻഡാണ്. ക്യാമറ കാണുമ്പോഴത്തെ ഓടുവാണ്. അച്ഛൻ മുങ്ങി തോന്നണ കേട്ടാ. അച്ഛനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വിളിക്കുമെന്ന് അറിയാതുകൊണ്ടൊന്നും കേട്ടോ. അച്ഛൻ മുങ്ങി. വായ ഷബീബ, അച്ഛൻ നാട് വിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ബിരിയാണിയുടെ റിവ്യൂ. നാടാ ഷബീബ കഴിക്കേ. ആടാ കൊള്ളാം, സീരിയസ്ലി കൊള്ളാം കേട്ടോ. മീൻസ് ഭയങ്കര അങ്ങനെ ടോപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ബിരിയാണി നോർമലി നമ്മളിപ്പോൾ പല കടകളിൽ പോകുമ്പോഴത്തേക്ക് പല ടൈപ്പിലേക്ക് കിട്ടുമല്ലോ. പക്ഷേ സാധനം കൊള്ളാം. ഒരു പർപ്പസും കൂടി പറഞ്ഞെടുത്തളി. അതായത് വെറുതെ വാങ്ങി തിന്നാനല്ലല്ലോ. വെറുതെ വാങ്ങി തിന്നാന്നുള്ളതല്ല. നമുക്കിപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഡയറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണി നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ ചെയ്യേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റ് എടുക്കുകയാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മൾ പ്രോട്ടീന് എന്താ പറയുക, പ്രോട്ടീൻ ഉണ്ട്, കാപ്സ് ഉണ്ട്. നമ്മളതിൻ്റെ കൂടെ സാലഡ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ വെജിറ്റബിൾസ് വരുന്നുണ്ട്, ഫാറ്റ് വരുന്നുണ്ട്. എല്ലാ സാധനം നമുക്ക് കിട്ടേണ്ട എല്ലാ സാധനം കിട്ടുന്ന ഒരു സാധനമാണ് ബിരിയാണി സത്യം പറഞ്ഞാൽ. അത് നമ്മൾ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യും. ഓയിലൊക്കെ കമ്മിയാക്കി കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ എന്താ ബിരിയാണി ഇഷ്ടം ഉള്ളത് അപ്രൂവ്ഡ്. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്തും കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്താ പറയണ്ടേ എല്ലാം അലമ്പാക്കും.
മൊത്തത്തിൽ എണ്ണയും അത് ഇതൊക്കെ എടുത്ത് കമത്തിയിട്ട് അങ്ങോട്ട് അലമ്പും. അതുപോലെ നമ്മൾ ഒരുപാടല്ല ചോറ് എടുക്കും, ഒരു ഇച്ചിരി പ്രോട്ടീൻ എടുക്കും. അങ്ങനെ കഴിക്കുന്നതിന് പ്രോട്ടീൻ കൂട്ടി അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സത്യം പറഞ്ഞാൽ നല്ലതാണ്. ബ്രസ്റ്റ് പീസും ആണ്, പ്രോട്ടീൻ റിച്ചും ആയിരിക്കും, നല്ല ടേസ്റ്റിയാണ്. നോർമൽ നല്ലൊരു ബിരിയാണി തന്നെ കേട്ടോ. അത് ഇനി നമുക്ക് ഷഹീലിന് കൊടുത്തോ. ഷഹീല കഴിച്ച് നോക്കാം. നമ്മുടെ ഷബീബ് ഓക്കെ കഴിച്ചു നോക്കാം. എന്താ അവസ്ഥ? നൈസല്ലേ? സീരിയസ്ലി ബിരിയാണി കൊള്ളാം, ബിരിയാണി നന്നായിട്ടുണ്ട്. ബാക്കിയുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത് തന്നെയാണ്. സ്വീറ്റ് പൊട്ടറ്റോ ആവട്ടെ, കഞ്ഞി ആവട്ടെ. പിന്നെ കഞ്ഞി നമുക്ക് നോർമലി ഗുണം മനസ്സിലാക്കി കഴിക്കാനാണെങ്കിൽ കഞ്ഞി നമുക്ക് എന്താ പറയുക 100% കൊടുക്കാം. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെയാണ്. പക്ഷേ ബിരിയാണി സാധനം സൂപ്പറാട്ടാ. ഓക്കെ, ബിരിയാണിയുടെ പാക്കറ്റ് റേറ്റ് ഉണ്ടല്ലോ. ബിരിയാണിയുടെ റേറ്റ് എത്രയായിരുന്നു? അയ്യോ നാളെ പോയി തൂക്കിയല്ലോ നാഥ. ശരി, അവിടെ ഇരിക്കട്ടെ, നീ വാരി കണ്ട വേസ്റ്റായി. അല്ല ചോദിച്ചു നോക്കി, അത് എത്ര ഇതിന്റെ റേറ്റ് ആവല്ലേ? ഇതിന്റെ റേറ്റ് കമന്റിൽ പിൻ ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഓർഡർ ചെയ്യാം. ഡെലിവറി ഉണ്ടാവും. എനിക്കിത് ഡെലിവറി ചെയ്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് യാത്ര പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ കിട്ടും. കുറച്ച് നമ്മൾ ഡെലിവറി ആകുമ്പോൾ അതിൻ്റെ മുന്നേ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു വരാനുള്ള ഗ്യാപ്പ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഓപ്ഷൻ ആട്ടാ. സീരിയസ്ലി നമ്മുടെ ഡയറ്റും തെറ്റത്തില്ല, എല്ലാം നന്നായിട്ടുണ്ടാവും. പ്രൊമോഷൻ അല്ല, ഇത് പെയ്ഡ് പ്രൊമോഷനോ പ്രൊമോഷൻ അങ്ങനെ ഒന്നും അല്ല. ഓക്കെ, നമ്മുടെ സാറ് ഈ ഒരു പരിപാടി തുടങ്ങിയതാണ്. രാകേഷ് എന്നാണ് ആളുടെ പേര്. ഓക്കെ, അപ്പോൾ ആൾ തുടങ്ങിയപ്പോൾ ആളെനിക്ക് സെൻഡ് ചെയ്തതാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഒരു ജെന്യൂൻ റിവ്യൂ പറയുന്നതെന്നുള്ളൂ കേട്ടോ. അത് കഴിക്ക് നിർത്തിയാ അച്ഛങ്ങോട്ടോ ബിരിയാണി സൂപ്പർ. ഒരു മിനിറ്റ് ഞാൻ വിളിച്ചിട്ട് വരാം, കഴിച്ചു നോക്കാം. അച്ഛാ അച്ഛാ അപ്പുറമാണ് കേട്ടോ. ക്യാമറ കണ്ട നെട്ടോട്ടമാണ്. കിട്ടില്ല ബിരിയാണി. ആദ്യം കഞ്ഞി പറയോ? ഇതിനൊരു മാറ്റം. നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെയല്ലേ? അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതറിയാതെ കഴിക്കണമെന്ന് ഒരിക്കലും പറയില്ല. ഇത് ഈ പാക്കിങ്ങിൽ 8 മാസം വരെ ഇരിക്കുന്ന ആ ഒരു സാധനമാണെന്ന് ഒരിക്കലും പറയില്ല. ഏകദേശം ഒരു 1.5 മാസം ആയിട്ടുണ്ട് നിലവിൽ പാക്കിംഗ് ഡേറ്റ് തൊട്ട് ഇപ്പം തന്നെ. ഈ 1.5 മാസമായിട്ട് നമ്മൾ നോർമലി നമ്മൾ ഡെയിലി ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിട്ടായിരിക്കും. ഇതൊരു കാര്യം ചെയ്യും, ഇത് അട്ടത്ത് വെച്ചാ കേൾക്കും. ഓക്കെ, അത് കൂടെ കഴിച്ചോക്കെ, ഞാൻ കുടിച്ചു നോക്ക്. ഈ ഗോതമ്പ് ബാർലി അത് ഇതൊക്കെ ഇട്ടുള്ള കഞ്ഞിയാണ് എന്തൊക്കെ. ഉണ്ട് ഉള്ളതല്ലേ? വാറൊക്കെ ഇതിലിങ്ങനെ തല കണ്ടത്തുള്ള. ഇത് വേണം കഴിച്ചോ, കഴിച്ചോ. തിട്ടത്തൊന്നുമില്ല. ഇപ്പം ഇവന്മാരെല്ലാവരും കൂടി ഇത് കഴിച്ചു തുടങ്ങി കിട്ടത്തില്ല കേട്ടാ. എടാ നിർത്തിയാ നീ എന്തേ കഴിക്കടാ. ശരിയല്ലേ, ഞാൻ കഴിക്കുന്നില്ല, നീ അവൻ്റെ കൊടുക്കുന്നത്. നീ വാ, നീ ജോസിനെ വിളിച്ചു ചേർത്തി. അടുത്ത ഷഹീലിൻ്റെ ടേണാണ്. ഷഹീൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞായച്ചല്ലെങ്കിലോ ആ ഡയലോഗ് കൂടെ ബാൻ ചെയ്തിട്ടെ. ഇനി ഇത് ആ ഡയലോഗ് ഇനി ഇവിടെ എടുക്കുന്നില്ല. തുടങ്ങിയപ്പോ തൊട്ട് ഇച്ചൊക്കെയാണ്. ഡയറ്റ് ബിരിയാണി പൊട്ട ഷഹീല് ഡയറ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് വാപ്പ കൊണ്ടുവന്ന ചോക്ലേറ്റിന്റെ വീട്ടിൽ വീഴും.
ഒരാഴ്ച ജിമ്മിന് പോകും, 2 ആഴ്ച rest. ഞങ്ങളൊക്കെ സീബമിനെ ഫോളോ ചെയ്ത ആളുകളാണ്. എന്റെ ആശാനം നീ വീഡിയോ കാണട്ടെ, അദ്ദേഹത്തിന് ഉരിച്ചല സംഭവം സീൻ കേട്ടോ. അതായത് അല്ലേ നമുക്ക് പ്രത്യേകിച്ച് വേറൊരു, അതായത് 2 ദിവസം 3 ദിവസം ആണെങ്കിലും നമ്മൾ എടുത്തു വെച്ചൊരു ഫീൽ അതില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ അതിന്റെ ഒരു ഫീൽ ഇല്ല. അടിപൊളിയാണ്, നൈസാണ്. ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കുറെ നാളിന് ശേഷം ഒരു ബിരിയാണി സന്തോഷം. 2 പാക്ക് വാങ്ങിക്കൂടിയോ? ദാനം കിട്ടിയാണത്. ചോദിച്ചോ അത്രക്ക് സ്നേഹമാണ് തിന്നൂടെ. ഇപ്പോൾ സംഭവം കുശാലായി. ബിരിയാണി വൺ ഓഫ് ദി ടോപ്പ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കുറച്ചുകൂടെ ചിക്കൻ്റെ ക്വാളിറ്റി കൂട്ടിയാൽ സൂപ്പറായിരിക്കും. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി കഞ്ഞിയുണ്ട്, കഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ, ഇനി പാത്രം വെച്ചിട്ട് കൈ കഴിയട്ടെ. ഇതില്ല പുട്ടോടം പിടിച്ചോണം. ഷെബീബ് ക്യാമറ അടിക്കുന്ന ഇങ്ങനെ വെടിവെക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കൈ എഴുവാൻ പോവാടാ. കൈ ട്യൂട്ടോറിയൽ കൈ പൈപ്പ് ഇങ്ങനെ തുറക്കുക, ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുക. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. പുറത്ത് തെറിക്കാൻ പാടില്ല, ഈ റൗണ്ടിനുള്ളിൽ നിൽക്കണം. അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് നാളെ ഉണ്ടായിക്കൊണ്ട് വരടാ. അത് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഞാൻ വേറൊരു സാധനത്തിനകത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് പ്രോട്ടീൻ. അപ്പൊ എങ്ങനെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ രണ്ടുപേരും 2 സൈഡിൽ പോ. തിരിക്കണ്ടേ തിരിക്കണ്ടേ? ഇങ്ങോട്ട് പോരോ, മലക്കോ അല്ലല്ലോ. അങ്ങനെ നോക്കാം. ഓക്കെ, വൈഡല്ലേ വൈഡല്ലേ? ഓക്കെ, അപ്പോൾ സംഭവം എന്താ പറയണ്ടേ, സംഭവം നമ്മൾ 3 പ്രോഡക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ 3 ഉണ്ടാവും. ഇതിനൊക്കെ എന്താ അഭിപ്രായം? അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഒക്കെ ഒരാൾക്ക് ഒരു പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിയും, ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ്, ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ പാക്കിംഗ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ അതേപോലെ തന്നെ കുറെ അതേപോലെ വരും. അതേപോലെ തന്നെ ഇതേ വ്ളോഗിൽ നിൽക്കാത്തോണ്ടേ. അതേപോലെ തന്നെ പിന്നെ മറ്റേ സാധനം ഏത്, പീസിന്റെ ക്വാണ്ടിറ്റി. കഞ്ഞല്ലടാ, പീസിന്റെ ക്വാണ്ടിറ്റിയും അടിപൊളിയാണ്. അതായത് ഒരാൾക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ, അടിപൊളി. ഇനി നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് റിവ്യൂ പറയണം. ജെന്യൂനി ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ, അതായത് അപ്പോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാര്യം ബിരിയാണി മാത്രമേ ഉള്ളത് പറയാം. ബിരിയാണിക്ക് നല്ല സൂപ്പറായി ഇഷ്ടപ്പെട്ട അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. കാരണം ചങ്ങായി മധുരക്കിഴങ്ങൊന്നും ഇതുവരെ കഴിച്ചിട്ട് പോലും കാണത്തില്ല. പിന്നെ കഞ്ഞി സ്വാഭാവികമായിട്ട് ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരു സാധനം. എൻ്റെ ജെന്യൂൻ അഭിപ്രായം എന്ന് വെച്ചാൽ ബിരിയാണി ടോപ്പാണ്, സൂപ്പർ സാധനമാണ്. പിന്നെ കഞ്ഞിയാണെങ്കിലും നല്ല ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഫീൽ ആവും. കുറേയൊക്കെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, ഗോതമ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല സാധനമാണ്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ മിക്കപ്പോഴും കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ദിവസം മുന്നേയും കഴിച്ചിരുന്നു. സംഭവം സെറ്റാണ്. കറക്റ്റ് ആ ഒരു സ്മെല്ല് വൈസോ ടേസ്റ്റ് വൈസോ ഒന്നും അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ യാത്രയിലാവട്ടെ, ഡയറ്റ് എടുക്കുന്നവരാവട്ടെ, ഇതെല്ലാം തെറ്റാതെ കഴിക്കാനും എടുക്കാനും പറ്റിയൊരു ഓപ്ഷനാണിത്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചോട്ടെ എന്തെങ്കിലും ഇതിൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെൽ ഐക്കൺ അമർത്തുക. ബൈ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്, ബൈ.